കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് സൺഷെയ്ഡ് തകർന്നു വീണ് 3 പേരുടെ മരണത്തിനിടയാക്കിയ കോഴിക്കോട് വലിയങ്ങാടിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. കെട്ടിടത്തിന് പുറത്ത് വിശ്രമിക്കുകയായിരുന്ന തൊഴിലാളികളുടെ ദേഹത്തേക്ക് സൺഷെയ്ഡ് തകർന്നു വീഴുകയായിരുന്നു. കിണാശ്ശേരി സ്വദേശി അഷ്റഫ്, ജബ്ബാർ, അത്തോളി സ്വദേശി ബഷീർ എന്നിവരാണ് മരിച്ചത്. കോൺക്രീറ്റ് സ്ലാബുകൾക്കിടയിൽ കുടുങ്ങിപ്പോയവരെ മറ്റു തൊഴിലാളികളും ഫയർഫോഴ്സും ചേർന്നാണ് രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. കോർപ്പറേഷന്റെ ഉടമസ്ഥയിലുള്ള 60 വർഷത്തോളം പഴക്കമുള്ള കെട്ടിടത്തിന്റെ സൺഷെയ്ഡാണ് തകർന്നു വീണത്. പ്രത്യേകിച്ച് ഈ കെട്ടിടത്തിന്റെ സൺഷെയ്ഡ്, ഈ കെട്ടിടം തന്നെ പൊളിച്ചു മാറ്റാൻ നേരത്തെ നിർദ്ദേശം നൽകിയതാണ് കോർപ്പറേഷൻ. കെട്ടിടം ഒഴിയാൻ കോർപ്പറേഷൻ നോട്ടീസ് നൽകിയിട്ടും അത് നടപ്പാക്കിയിരുന്നില്ല എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. വലിയങ്ങാടിയിൽ അപ്രതീക്ഷിതമാണ് അപകടമുണ്ടായത്. അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരാൾ നമ്മോടൊപ്പം ഉണ്ട്. ചേട്ടാ, പേരെന്താണ്? എന്റെ പേര് അബ്ദുറഹ്മാൻ. എന്താണ് സംഭവിച്ചത്? നമ്മള് 5-6 ആളുകളുടെ ഉള്ളിൽ, നോർമൽ 6 ആളാണ്. 6 ആളുകൾ കഥ പറഞ്ഞിരിക്കുന്നു. അപ്പം ഈ വീണതിന്റെ മോൾ ഭാഗത്ത് നിന്ന് ഇങ്ങനെ അടർന്നു വരുന്നുണ്ട്. അപ്പൊ പിന്നെ ഇരുമ്പ് പൊരിയുന്ന ഒച്ചയും കേട്ടൻ പാടെ ഞാൻ ഇറങ്ങി ഓടി. പിന്നെ കാണുന്നത് ഇറ്റികളെ മേല് വീണെടുക്കണം, ബാക്കിയുള്ള ആളുകളെ മേല് വീണെടുക്കുന്നതാണ്. അതിൽ ഒരാൾ കോയാന്ന് പറഞ്ഞ ഒരാളുടെ ഇരുന്ന് മൂപ്പരിക്ക് കാലിന്റെ മുകളിൽ ചെറിയ പരിക്കില്, ബാക്കി എല്ലാവരും ഇതിന്റെ അടിയിലാണ്. ഞാനത് കണ്ടിട്ട് ഓടി രക്ഷപ്പെട്ടു. പിന്നെ എനിക്ക് കയ്യും കാലും പറിച്ചിട്ടൊന്നും കഴിഞ്ഞില്ല. പിന്നെ ഇവിടെ ആളൊക്കെ വന്ന് രക്ഷപ്പെടുത്തിയ ആളെ എന്താ അവസ്ഥ എന്നൊന്നും പറയാൻ പറ്റില്ല. പരിക്ക് വലിയ ശബ്ദത്തോടുകൂടിയാണ് ഇത് വീണത്. അത്യാവശ്യം നല്ല ശബ്ദത്തിലാണ് വീണത്. ആദ്യം ഒരു ചെറിയൊരു ഇരുമ്പ് എന്തോ പൊരിയുന്നമായുള്ള സൗണ്ട് കേട്ട് ആ സൗണ്ട് കേട്ടൻ പാടാണ് ഞാൻ ഇറങ്ങി ഓടിയത്. ചേട്ടൻ ഇവിടെ ജോലി ചെയ്യുന്ന ആളാ? ഞാന് ആ ഗോഡൌണിൽ സാധനം ഇറക്കുന്ന ആളാണ്. എന്തായാലും ജസ്റ്റ് അല്ലെ, ജസ്റ്റ് മിസ് എന്നാണ് നല്ല പറയാൻ. അവിടെ ഇപ്പൊ നമ്മളെ ഷോപ്പിൽ ജോലി ചെയ്യുന്ന ജബ്ബാർ എന്ന് പറഞ്ഞ ആളുണ്ട്. ഈ സെമീന എന്ന് പറഞ്ഞ ലോറിന്റെ ഓണറും ഡ്രൈവറൊക്കെ അല്ല ബഷീർക്കുണ്ട്. ഇവരെ കൂടെ കയറുന്ന വിനോദ്, അസറു, പിന്നെ നമ്മളെ ഈ ഗാമ എന്ന് പറഞ്ഞ ഷോപ്പ് വർക്ക് ചെയ്യുന്ന ജബ്ബാറുണ്ട്. പിന്നെ പയ്യോളി കയറ്റുന്ന ഒരു കോയ ഉണ്ട്. ഇത്രയും ആളുകൾ എന്റെ ഓർമ്മയിലുണ്ട്. ഓടാൻ പറ്റിയില്ലായിരിക്കും. ഓടാൻ പറ്റില്ല. ഞാനും ബാക്കി എല്ലാവരും അവിടെ ഇരുന്ന് വയ്ക്കുന്നത്. അപ്പൊ ഓടലും ഞാൻ ഓടി ഇറങ്ങലും ഇത് ബികലും കഴിഞ്ഞു വയ്ക്കുന്നത്. നിങ്ങൾ അത്ര പേരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്? അത്ര ആളുകൾ എന്റെ ഓർമ്മയിലില്ല. കൂടാതെ ആരും ഉണ്ടോ എനിക്ക് പറയാൻ പറ്റൂല. അപ്പൊ പെട്ടെന്ന് കഴിച്ചില്ല എന്ന് പറയാം. അതെ ഐസിന്റെ ബലം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ നല്ലത്. അപ്പോഴത്തേക്ക് പെട്ടെന്ന് ആളുകൾ ഓടി. അപ്പോഴേക്ക് പിന്നെ ഇവിടെ ഉള്ള ആളുകൾ ഓടിക്കൂടി പൊന്തിക്കലും ഫയർഫോഴ്സിനും പോലീസിനൊക്കെ വിളിച്ച്. അതിൽ ഒരാളുടെ നില ഇത്തിരി ഗുരുതരമാണ്. അങ്ങനെയാണ് കേട്ടത്. കൊണ്ടേ ആളുകൾ പറഞ്ഞു. ഇപ്പൊന്നും വ്യക്തമായിട്ട് അറിയില്ല. എന്തായാലും ഈ ശബ്ദം കേട്ട ഉടൻ തന്നെ ഓടി രക്ഷപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് ജീവിതം രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. മറ്റുള്ള ആളുകൾ, അദ്ദേഹത്തിന്റെ പരിചയക്കാരായ ആളുകൾ തന്നെയാണ് അപകടത്തിൽ പെട്ടിരിക്കുന്നത്. ഒരാളുടെ നില അങ്ങേറ്റം ഗുരുതരമാണ് എന്നാണ് പറയാൻ കഴിയുന്നത്. ഈ കെട്ടിടം വീണപ്പോൾ, അല്ലെങ്കിൽ കെട്ടിടത്തിന്റെ മുൻഭാഗത്തെ കോൺക്രീറ്റ് പാളികൾ വീണപ്പോൾ തന്നെ ആളുകൾ, രക്ഷാപ്രവർത്തകർ എത്തുകയും മറ്റുള്ളവരെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. എന്തായാലും വലിയ ഒരു രക്ഷപ്പെടലാണ് അദ്ദേഹത്തിന് സാധ്യമായിരിക്കുന്നത്. ലോറി ഡ്രൈവറും കൂടെ പണിയെടുക്കുന്ന ജോലിക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതിന് സൗണ്ട് കേട്ടിട്ട് ഓടിപ്പോയ ആൾക്കാരുണ്ട്, രക്ഷപ്പെട്ട ആൾക്കാരുണ്ട്. രക്ഷപ്പെട്ട ആൾക്കാർ അവിടെ പോയിട്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നതാണ് പറഞ്ഞത്. അവരറിഞ്ഞ് ഇങ്ങനെ ബിൽഡിംഗ് വീണിക്കണ്, അവിടെ കുറെ ആൾക്കാർ 5-8 ആൾക്കാരുണ്ട്. അപ്പൊ അറിഞ്ഞ ആൾക്കാരെ പേരൊക്കെ പറഞ്ഞെന്ന് അങ്ങനെ ഇവിടെ എല്ലാവരും ഓടിയതുണ്ട്. പൊളിച്ചു മാറേണ്ട അവസ്ഥയിലുള്ളതാണ്. ഒന്നാമത് തൊഴിലാളികൾ ഇവിടെ റെസ്റ്റ് എടുക്കുന്ന സ്ഥലമാണ്. ഈ സൺസൈഡിൽ റെസ്റ്റ് എടുക്കുന്ന സ്ഥലമാണ്. അതാണ് മെയിൻ പ്രശ്നം. പണി കഴിഞ്ഞ ജോലിക്ക് തണലത്ത് അവിടെ വന്ന് ഇരിക്കാറുണ്ട്. ഇവിടെ അങ്ങനെ ഇരിക്കാറുണ്ട്. തൊഴിലാളികള് സാധാരണ ഇവിടെ ജോലി കഴിഞ്ഞാലും ഉള്ള സമയത്തൊക്കെ തന്നെ ഇവിടെ ഇരിക്കുന്ന തൊഴിലാളികളാ. 4-6 തൊഴിലാളികൾക്കാണ് പരിക്ക് വെച്ചിട്ടുള്ളത് ഹോസ്പിറ്റലിലേക്ക്. 6 ആൾക്ക്. നല്ല ഗുരുതരമാണ്. അപ്പൊ അതില് നേരത്തെ ഇത് പൊളിക്കാനും ഒക്കെ ഓർഡർ ആയിട്ടുള്ളതാണ്. പക്ഷെ അത് ഇതിന്റെ വേണ്ടത്ര രീതിയിൽ ഈ പറയുന്ന ആളുകൾ കേസിന് പോയിട്ടും അല്ലാതെയും ഒക്കെ നേരം വഴി ഡിലേ ആയതാണ് ഇപ്പൊ ഈ ദുരന്തത്തിന്റെ കാരണം. ഇത് കോർപ്പറേഷന്റെ ഉടമസ്ഥയിലുള്ള കെട്ടിടമാണല്ലേ? കോർപ്പറേഷൻ നേരത്തെ പിന്നെ ഒഴിയാൻ വേണ്ടിയിട്ടൊക്കെ ഇത് കൊടുത്തതാണ്. കഴിഞ്ഞ രണ്ട് കൊല്ലം മുമ്പ് അൺഫിറ്റായിട്ട് പൊളിക്കാൻ വേണ്ടി വെച്ച ബിൽഡിംഗാണ്. എന്ത് കാരണം കൊണ്ടാണ് ഇത് പൊളിക്കാത്തതെന്ന് വ്യക്തമായി അറിയില്ല. ഇത് കോർപ്പറേഷന്റെ ഏറ്റവും വലിയ അനാസ്ഥയാണ് ഇവിടെ നിന്ന് സംഭവിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും 2 കൊല്ലം മുമ്പ് എടുത്ത തീരുമാനം, ആ തീരുമാനം എന്തുകൊണ്ട് നടപ്പിലാക്കിയില്ല? വീണ്ടും എങ്ങനെ ഇവർക്ക് ലൈസൻസ് പുതുക്കി കൊടുത്ത് എന്നൊക്കെ അന്വേഷണ വിധേയമാക്കേണ്ട ഒരു സംഭവമാണ്. ഒരുപാട് ആളുകളൊക്കെ എത്തുന്ന ഒരു ഇടമാണല്ലേ വലിയങ്ങാട്? ഏറ്റവും തിരക്കുള്ള ഏരിയ എന്ന നിലയിൽ തന്നെയാണ് ഈ ബിൽഡിംഗ് പൊളിക്കാനും വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. കാരണം അൺഫിറ്റായ ബിൽഡിംഗാണ്. ഒരു കാരണവശാലും ഇനി ലൈസൻസ് പുതുക്കി കൊടുക്കാൻ പാടില്ല. ഇത് ഏറ്റവും വലിയ കോർപ്പറേഷനിൽ നിന്നുള്ള ഏറ്റവും വലിയ അനാസ്ഥയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. സ്വാഭാവികം, ഇത് വരുത്തി വെച്ചൊരു വിനയാണ്, യാതൊരു സംശയമില്ല. ആ കാണുന്ന പുതിയ ബോർഡാണ്. എന്തിനാണ് ആ ലൈസൻസ് പുതുക്കി കൊടുത്തതെന്നുള്ളത് അന്വേഷിക്കണം. ആർക്ക് വേണ്ടി, ആരുടെ നിർദ്ദേശത്തിലാണ് ആ പുതിയ ബോർഡ് അവിടെ വെച്ച് ഈ പൊളിക്കാനായ അൺഫിറ്റ് ബിൽഡിങ്ങിന്റെ അകത്ത്
ഇതുപോലെ സമാനമായ രീതിയിൽ ഇനിയും 4 ബിൽഡിങ്ങുകളുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നേരിട്ട് കൊണ്ടുപോയി കാണിച്ചു തരാം. അവിടങ്ങളിലൊക്കെ അൺഫിറ്റ് ആക്കിയിട്ട് പോലും അവിടെ എന്താക്കുകയാണ്, ഇപ്പോഴും കടകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇത് വരുത്തി വെച്ച വിനയാണ്. അത് കോർപ്പറേഷന്റെ അനാസ്ഥ തന്നെയാണ്, യാതൊരു സംശയമില്ല. സിമെന്റ് വാങ്ങി തേച്ച് വിടാന്നല്ലാതെ ബിൽഡിങ്ങിന്റെ കാലം ഇത് പയക്കം ചെന്നുപോയി. 70 വർഷം കഴിഞ്ഞ് ബിൽഡിംഗ് ഒക്കെ തന്നെ നിലനിർത്താൻ പാടില്ല, പൊളിച്ചു മാറ്റണം. ഇത് പുതുക്കി പെയിന്റ് അടിച്ചിട്ട് പുതിയ ഷോപ്പിന് കൊടുക്കാം. അതൊന്നും ശരിയായ രീതിയല്ല. ഇപ്പോൾ 5 പേര് ഇരിക്കുന്നത് 5 പേരല്ല ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക. സാധാരണ 10, 25, 30 പേര് ഈ റംസാനായിട്ട് നോമ്പിന് കിറ്റ് വാങ്ങാനും കിറ്റ് പാക്കറ്റ് ആക്കാനും ഒക്കെ ഇവിടെ നിൽക്കുന്ന. പിന്നെ വണ്ടികൾ, ഒരുപാട് വണ്ടികൾ ഇതിൻ്റെ അകത്ത് പാർക്ക് ചെയ്യുന്നുണ്ട്. വണ്ടികൾ അപ്പം അങ്ങനെ ഒരു വണ്ടിക്കാരനാണ് ഈ ആളാണ്, സെമീന മോള്, ഒരു ബഷീർ എന്ന് പറഞ്ഞ ആളാണ് ഇപ്പോൾ ഇതിൽ പെട്ടുപോയത്. ഒരാൾ അവർ ജോലിക്കാരാണ്, 2 പേരാണ് ഇതിൽ പെട്ടുപോയത്. പിന്നെ എക്സ്ട്രാ 2 ഇവിടുത്തെ ജീവനക്കാർ. ഇപ്പൊ ഈ ലോഡ് കയറ്റുന്ന ജബ്ബാർ എന്ന് പറഞ്ഞാൽ ഈ ഗാമ ഷോപ്പിന്റെ കമ്മാലിയ മൂപ്പനാണ്. അതാണ് മൂപ്പനാണ് ഇതിൽ പെട്ടുപോയിട്ട് ഇപ്പോൾ അവസ്ഥ വളരെ ഗുരുതരമാണെന്ന് കേട്ട്. അപ്പൊ അതുകൊണ്ട് ഇതേമാതിരി തന്നെ ഈ തിരക്ക് കഴിഞ്ഞ തിങ്കളാഴ്ചയാണെങ്കിൽ ഇവിടെ ഒരു 10-40 ആൾക്കാർ ഇതിന്റെ ഉള്ളിൽ ഓൾറെഡി ഉണ്ടാവും. എന്തുകൊണ്ടാ വെച്ചാൽ റംസാൻ ആയതുകൊണ്ട് തിരക്ക് കൂടും. തിരക്കുമ്പോൾ സാധനം എടുക്കാനും കിറ്റ് എടുക്കാനും റിലീഫിന്റെ ഭാഗമായിട്ട് തിരക്കുകൾ കൂടും. അപ്പൊ ഇതെന്നോ പൊളിക്കേണ്ട കാലഘട്ടം കഴിഞ്ഞുപോയി. വിശ്രമിക്കാൻ വരുന്നതാണ്. അല്ലാതെ ഗേറ്റ് പാസ് കൊടുക്കും. ഗേറ്റ് പാസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗേറ്റ് പാസ് അടുക്കി വെക്കേണ്ടി വരും. ഓരോരോ പീടികൾ അടുക്കി വെക്കണം. അതിനും വേണ്ടിയിട്ട് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ആ സൈഡിലൊക്കെ വന്നിരിക്കും. അതിൽ പെട്ടുപോയതാണ്. ആള് കൂടുതൽ ആൾക്കാർ ഇരിക്കുന്നതാണ്. നോൻപൊക്കെ ആയതുകൊണ്ട് കുറച്ച് ആൾക്കാരെ ഇന്ന് ഇരുന്നിട്ടുള്ളൂ. 5 ആൾ മുടി. കൂടുതലായിട്ട് ആളുകൾ ഇവിടെ വരുന്ന സമയമാണ്. ഞങ്ങളൊക്കെ ഈ സമയത്ത് അവിടെ ഇരിക്കുക, തൊട്ടരുത്. പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടപ്പോൾ എല്ലാവരും പെട്ടെന്ന് വണ്ടി വന്ന് ഇടിച്ചാണ് വിചാരിച്ചു. പെട്ടെന്നാണ് ഒന്നാടി ഇരിക്കുന്നു ഇവിടെ ശബ്ദം. അപ്പോൾ എല്ലാ കുറച്ച് ആളുകൾ അങ്ങോട്ട് ഇരിക്കും കൂടി. ബാക്കിയുള്ള ആളുകൾ 5 ആളെയും കൂടി നിലവിലേക്ക് കേട്ടത്. പെട്ടെന്നുള്ള വിളിച്ചപ്പോൾ എന്താ ചെയ്യുന്ന കൈ ഇങ്ങനെ പൊലീസിനൊക്കെ എന്തോ ഈ കെട്ടിടം ഒന്നാകെ വീഴുവാണോ എന്ന് പോലും സംശയിച്ചു പോയിരിക്കും. അതെ, അത്ര ആ സന്ദർഭത്തിൽ അത്ര അങ്ങനെ ആയിപ്പോയി. കാരണം ഇതിന് മുകളിൽ തന്നെ കാലക്രമേണ ഈ ചെറിയ സൺസൈഡ് പൊട്ടിയിട്ടൊക്കെ ചെറിയ കഷ്ടങ്ങളൊക്കെ അതിന് മുകളിൽ കൂടി ഞങ്ങളൊക്കെ എന്നിട്ട് പിന്നെ ഒഴിഞ്ഞു മാറലാണ്. ഒന്നും കൊണ്ട് കഴിഞ്ഞു. എല്ലാവരും പെട്ടെന്ന് അവിടുന്ന് മനസ്സിലാവില്ല. ശബ്ദം കേട്ടപ്പോഴാണ് എല്ലാവരും ഈ വലിയൊരു ഇത് വന്നുകൊണ്ടിരിക്കല്ല. അപ്പൊ നമുക്കതൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയിൽ നമ്മൾ ദുഃഖിതമായിട്ട് നിൽക്കാന്നല്ലാതെ ഒരു രക്ഷയില്ല. വലിയ ഒന്നായിട്ട് വന്നിട്ട് ഇങ്ങനെ അതിനുള്ളിൽ ആള് ചപ്പിക്കെടുക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇത്രയും വലിയൊരു വെയിറ്റുള്ള സാധനം നിൽക്കുമ്പോൾ 2-3 ആളുകളും രക്ഷപ്പെട്ടിട്ട് തന്നെ പിടിച്ചു വെച്ചിട്ട് ലാസ്റ്റ് അവർ വന്ന് മാറ്റിയ ശേഷമാണ് പിന്നെ ആളുകൾ അങ്ങോട്ട് എടുക്കുന്നത്. നിങ്ങൾക്ക് പിടിക്കാൻ പറ്റാത്തവണ്ണം വലിയ കനമുള്ള സ്ലേവാണ്. ഏറ്റവും നല്ല വെയിറ്റുള്ള സ്ലേവാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ കനം പൊതിക്കുന്ന ആൾക്കാരാണ് വലിയങ്ങാടിയുള്ള ലോഡിങ് ആളുകൾ. നമുക്ക് വരെ കഴിയാൻ കഴിയാത്ത വെയിറ്റ് പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? കെട്ടിടം ഒഴിയാനുള്ള നിർദ്ദേശം ചില വ്യാപാരികൾ അവഗണിച്ചെന്ന് നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. കെട്ടിടം ഒഴിപ്പിക്കാൻ കോർപ്പറേഷൻ നടപടിയെടുത്തില്ലെന്നും ആരോപണമുണ്ട്. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു കോഴിക്കോട് നിന്ന്. അനീഷ്, വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട്. പ്രത്യേകിച്ചും കോർപ്പറേഷൻ ഈ കാലപ്പഴക്കം കാരണം പൊളിക്കാൻ നിർദ്ദേശം നൽകിയ കെട്ടിടം ഒഴിയാൻ വ്യാപാരികൾ തയ്യാറായില്ലെന്ന് ഒരു വിഭാഗം ആളുകൾ പറയുന്നു. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? വലിയ ദാരുണമായിട്ടുള്ള സംഭവമാണ്. നാട്ടുകാരിൽ വലിയ ഞെട്ടലുളവാക്കിയിട്ടുണ്ട്. ഈ പരിക്കേറ്റിട്ടുണ്ട്, കൂടുതൽ എത്ര പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്? പരിക്കേറ്റവരുടെ നില എങ്ങനെയാണ്? എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ടോം, പരിക്കേറ്റ ആളുകൾ ബീച്ച് ആശുപത്രിയിലെ ചികിത്സയിലാണ്. 3 പേരുടെ മരണം ഇതിനകം സ്ഥിരീകരിച്ചു കഴിഞ്ഞെന്നാണ് നമുക്ക് ഔദ്യോഗികമായി അല്ലെങ്കിൽ ഈ വാർഡ് കൗൺസിലർ അടക്കമുള്ളവരുടെ ഭാഗത്തു നിന്നും നൽകിയിരിക്കുന്ന വിശദീകരണം. അതിൽ ഒരാൾ ആ സംഭവ സ്ഥലത്ത് തന്നെ പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു ലോറിയുടെ ഉടമയും ഡ്രൈവറുമൊക്കെ ജോലി നോക്കുന്ന ആളാണ്. മറ്റ് 2 പേർ ആ സ്ഥലത്ത് എത്തിയ ആളുകൾ ആണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. വലിയൊരു ദുരന്തം ആണ് തലനാരിഴയ്ക്ക് ഒഴിവായതെന്ന് അവിടുത്തെ കച്ചവടക്കാർ തന്നെ പറയുന്നു. കാരണം സാധാരണഗതിയിൽ പ്രവൃത്തി ദിനങ്ങളിൽ ഉച്ച സമയമൊക്കെ ആകുമ്പോൾ 20, 30, 40 തൊഴിലാളികളൊക്കെ വിശ്രമിക്കാനായി വരുന്ന ഒരിടമാണ്. ചുമട്ടുതൊഴിലാളികൾ അവർക്ക് ജോലിയില്ലാത്ത സമയത്ത് തണലത്ത് നിൽക്കാൻ കഴിയുന്ന ഒരിടം എന്ന രീതിയിലാണ് ആ സ്ഥലം. അവിടേക്ക് വന്നാൽ പലപ്പോഴും കുറച്ചു നേരം ഒന്ന് വിശ്രമിക്കുന്നതിന് പറ്റുന്ന ഒരിടമായി കാണുന്നതാണ്. അവിടേക്കാണ് ഈ മുൻഭാഗത്തെ സൺഷെയ്ഡ് പൂർണ്ണമായി തന്നെ പൊളിഞ്ഞ് താഴേക്ക് വീണിരിക്കുന്നത്. ആ സ്ഥലത്തുണ്ടായിരുന്ന ആളുകൾ വളരെ ദാരുണമായി തന്നെ ആ വലിയ കോൺക്രീറ്റ് പാളികൾക്കുള്ളിൽ അകപ്പെടുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികളായ ആളുകൾ പറയുന്നത്. വലിയ
വലിയങ്ങാടിയിലാണ് സാധാരണഗതിയിൽ ഏറ്റവും വലിയ ചുമടെടുക്കുന്ന തൊഴിലാളികളുള്ളത്. അത്തരത്തിൽ വലിയ ചുമടെടുക്കുന്ന തൊഴിലാളികൾക്ക് പോലും കയറാൻ കഴിയാത്ത വിധം, അല്ലെങ്കിൽ അവർക്ക് പോലും പിടിച്ചാൽ നിൽക്കാത്ത വിധം വലിയ പാളികളാണ്, കോൺക്രീറ്റ് പാളികളാണ് ഉള്ളതെന്നാണ് അവർ പറയുന്നത്. എന്തായാലും 2 വർഷം മുമ്പ് പൊളിച്ചു നീക്കാനായി ഉത്തരവിട്ട ഒരു കെട്ടിടമായിരുന്നു ഇത്. പക്ഷേ 2 വർഷം കഴിഞ്ഞിട്ടും ആ കെട്ടിടം പൊളിച്ചു നീക്കുന്നതിനുള്ളൊരു നടപടികൾ ഉണ്ടായില്ല. അതിൽ തന്നെയാണ് ഇപ്പോൾ പ്രതിഷേധം. നമുക്കൊപ്പം BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് പ്രകാശ് ബാബു ഉണ്ട്. 2 വർഷം മുമ്പ് പൊളിച്ചു മാറ്റാൻ ഉത്തരവിട്ട ഒരു കെട്ടിടമായിരുന്നു. അതാ ഞങ്ങൾ പറയുന്നത്. കോഴിക്കോട് നഗര ഹൃദയഭാഗത്ത് 100 കണക്കിന് അനധികൃത കെട്ടിടങ്ങളുണ്ട്. ഇതിനെക്കുറിച്ച് വിവിധ ഘട്ടങ്ങളിൽ ഞങ്ങളുടെ കൌൺസിലർമാർ, ഞങ്ങൾ പാർട്ടിയുടെ പ്രതിനിധികൾ ഇവരെല്ലാം പോയിട്ട് സെക്രട്ടറിയുടെ മുന്നിൽ അതിന്റെ പട്ടിക കൊടുത്തതാ. എന്നിട്ടും ഇത് നിയമവിരുദ്ധമായി ചട്ടം ലംഘിച്ച് നിയമം ലംഘിച്ച് ഇങ്ങനെ തൂണ് പോലെ വളരുകയല്ലേ. ആരോടാ പോയപ്പോ കൊലപാതകത്തിന് മേയർക്കെതിരെ കേസെടുക്കട്ടെ, സെക്രട്ടറിക്കെതിരെ കേസെടുക്കട്ടെ. അവരുള്ളിൽ പോയിട്ടുണ്ടല്ലോ. കോർപ്പറേഷനുള്ളിലേക്ക് പ്രതിഷേധക്കാർ കടന്നിരിക്കുന്നു. നമ്മൾ അകത്തേക്ക് പോവുകയാണ്. ടോം, ആദ്യഘട്ടത്തിൽ ഈ കൌൺസിലർമാരടക്കമുള്ള ആളുകളാണ് ഇപ്പോൾ അകത്തേക്ക് കടന്നിരിക്കുന്നത്. പ്രകാശ് ബാബുവിന്റെ നേതൃത്വത്തിലേക്കുള്ള പ്രതിഷേധക്കാർ ഇവിടെ എത്തിയിരുന്നു. ഇതിനുശേഷമാണ് അവരെ കോർപ്പറേഷനുള്ളിലേക്ക് പ്രതിഷേധവുമായി പോയിരിക്കുന്നത്. നാടകീയമായ രംഗങ്ങൾക്ക് തന്നെയാണ് കോർപ്പറേഷൻ സാക്ഷ്യം വഹിക്കുന്നത്. വലിയ വീഴ്ച ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് അവർ ആരോപിക്കുന്നത്. എന്തായാലും നമ്മളിപ്പോൾ ആ പ്രതിഷേധം നടക്കുന്ന ഇടത്തേക്ക് തന്നെ, കൌൺസിലർമാരുടെ പ്രതിഷേധം നടക്കുന്ന ഇടത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ നാടകീയമായ രംഗങ്ങൾക്കാണിപ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ സാക്ഷ്യം വഹിക്കുന്നത്. കോഴിക്കോട് വലിയങ്ങാടിയിൽ 3 പേരുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിന് പിന്നാലെ വലിയ പ്രതിഷേധമാണ് കോർപ്പറേഷനിൽ ഇപ്പോൾ ഉയരുന്നത്. പ്രത്യേകിച്ചും പ്രതിപക്ഷ പാർട്ടികൾ വലിയ പ്രതിഷേധമുയർത്തുന്നു. ഇത് കോർപ്പറേഷന്റെ അനാസ്ഥയാണ്, വീഴ്ചയാണ്, കൃത്യമായ നടപടി സ്വീകരിക്കാത്തതാണ് 3 പേരുടെ മരണത്തിനിടയാക്കിയതെന്ന ആക്ഷേപമാണ് ഉയർത്തുന്നത്. നാട്ടുകാരും വലിയ പ്രതിഷേധത്തിലാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.